ഈ വീട്ടില് പ്രേതബാധയൊക്കെ ഉണ്ട് എന്ന് പറയത്തില്ലേ ചില വീടുകളിലൊക്കെ അതെ 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 നമുക്ക് കയറി ചിലപ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പോ മമ്മൂട്ടിയുടെ ഡബിൾ റോൾ ആണ്. അദ്ദേഹം ആ ക്യാരക്ടറിൽ വരുമ്പോൾ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ആ റീസൺ പറയുന്നുണ്ട്. അതായത് അതൊരു വലിയ ഒരു നാലുകെട്ട് പോലുള്ള വീടാണ്. നമുക്കൊരു തലവേദന ഉണ്ടെന്ന് വിചാരിക്കാം. തലവേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കേരളത്തിന്റെ. അതിന് ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് ഒരു പാരസിറ്റാമോൾ കഴിക്കുക എന്നുള്ളതാണ് ഫെങ് ഷുയി. സ്കിൻ ഡിസീസ് വരുവാണെങ്കിൽ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും? നമുക്ക് ഓരോ കോർണർ ആണ് ഇതിനെയൊക്കെ പറയുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എനർജി ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ബാധിക്കും. അപ്പൊ നമുക്ക് തല വടക്ക് കിഴക്ക് കാല് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസ്തുപുരുഷന്റെ ഓരോ ശരീരത്തിലുള്ള ഓരോ എലമെന്റ്സ് ഓരോരോ പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു പൊസിഷൻ നമ്മൾ വീടിന്റെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഇന്ന ശരീരത്തിൽ അസുഖങ്ങളുണ്ടോ, കാലിൽ ഇന്ന പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാറുണ്ടോ, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡോക്ടർ റിപ്പോർട്ട് കണ്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അത്ഭുതമൊന്നും. മൈഗ്രെയിൻ വരുന്നത് വീടിന്റെ അസുഖങ്ങൾ കൊണ്ടാണ്? അത് വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും തലവേദന, തുടർച്ചയായിട്ടുള്ള തലവേദനകളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ വീടുമായിട്ട് കണക്റ്റഡ് ആണ്. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് തലവേദന വരുന്നത്? ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 10 വീട് മനസ്സിലായി 10 വീട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ 10 പോലെ ആയിരിക്കും. എന്നാലും ജനറലൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണർ ആണ് വാസ്തുപുരുഷന്റെ തല എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് ഈസ്റ്റ് കോർണറിലുള്ള എനർജി ഇംബാലൻസുകൾ കൊണ്ട് തലവേദന കാണാറുണ്ട്. നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള തലവേദന, ടെൻഷൻ ഒക്കെ, ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകുന്നത് കാണാറുണ്ട്. അത് മാറ്റിക്കഴിയുമ്പോൾ ഈ തലവേദന മാറുന്നതും കണ്ടിട്ടുണ്ട്. പറഞ്ഞല്ലോ പേശി വേദനകൾ, അത് വരുന്നത് വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴാണ്? അതെ. അതായത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് മാത്രം, കാല് വേദന അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ്, അങ്ങനെ നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് ഈ സ്പേസുമായിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്കിൻ ഡിസീസ് വരുവാണെങ്കിൽ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും? നമുക്ക് ഓരോ കോർണർ ആണ് ഇതിനെയൊക്കെ പറയുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എനർജി ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ അഗ്നിമൂലയിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യുന്നത്? അതായത് നമ്മൾ എഫക്ട് ചെയ്യുന്നതാണോ? അല്ല, ഒരു വീടിന്റെ കോർണറിൽ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു, അഗ്നിമൂലയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് അവിടുത്തെ പ്രശ്നം എന്ന് എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നമുക്ക് എപ്പോഴും വാസ്തു ചെക്ക് ചെയ്യുമ്പോൾ എലമെന്റ്സ് ഓരോ സ്പേസിലും പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നമുക്കിപ്പോ എനർജി സ്വീകരിക്കുന്ന നമ്മുടെ ഡയറക്ഷൻ സൺ റൈസ് ഇൻ ഈസ്റ്റിൽ, നോർത്ത് നിന്നും ഈസ്റ്റിൽ നിന്നുമാണ് നമുക്ക് എനർജി നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോ ഓരോ കോർണറിനല്ല, നമ്മൾ ടോട്ടലി നമ്മൾ വാസ്തു അനലൈസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വെന്റിലേഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ, ആ പ്രോപ്പർ ഒരു എനർജി ഫ്ലോ ഉണ്ടോ, അവിടെ ഈ എലമെന്റ്സ് ഒക്കെ ബാലൻസിങ് ആണോ, അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പൊസിഷനിങ് ഒക്കെ കറക്റ്റ് ആണോ, ടോയ്ലറ്റിന്റെ പൊസിഷനിങ്, മാസ്റ്റർ ബെഡ്റൂമിന്റെ പൊസിഷനിങ്. ഇപ്പൊ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ പൊതുവെ തെക്ക് പടിഞ്ഞാറാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൊസിഷനിങ്ങും ഈ റൂംസിന്റെ പൊസിഷനും വെള്ളത്തിന്റെ പൊസിഷൻ, അങ്ങനെയുള്ള എലമെന്റ്സ് ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ബേസിസിലാണ് അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ വീട്ടില് പ്രേതബാധയൊക്കെ ഉണ്ട് എന്ന് പറയത്തില്ലേ ചില വീടുകളിലൊക്കെ? നമുക്ക് കയറി ചിലപ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും അവിടെ ഉള്ളത്. അത് ഈ വാസ്തു കൊണ്ടാണോ? നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ വിശ്വാസം കൊണ്ട് അത് ആത്മാവാണ്, പ്രേതമാണ്, മരിച്ചുപോയ ആളാണ് എന്നൊക്കെ പറയും. പക്ഷെ വാസ്തു കൺസൾട്ടൻസ് പലപ്പോഴും പറയും ആ വീടിന്റെ പ്രശ്നം കൊണ്ടാണെന്ന്. അങ്ങനെ സംഭവിക്കുമോ? അതെ, ദ്രോണ മൂവി കണ്ടിട്ടുണ്ടോ? അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതില് നമ്മള് ആര് വന്ന് അടുപ്പ് കത്തിച്ചാലും ആളിക്കെത്തുന്ന അടുപ്പുള്ള ഒരു അടുക്കളയുണ്ട്. അപ്പൊ അതില് പറയുന്നത് സാവിത്രിയേട്ടി, മരിച്ചുപോയ സാവിത്രിയേട്ടത്തി വന്നാണ് അടുപ്പ് കത്തിക്കുക എന്നാ പറയണ. സിനിമ എനിക്കൊന്ന് തുടങ്ങുന്നത് തന്നെ ആ അടുപ്പ് കത്തിച്ച ഒരാൾ മരിച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ വീട്ടിൽ താമസിക്കാനൊക്കെ പേടിയാണ്. അപ്പോ മമ്മൂട്ടിയുടെ ഡബിൾ റോൾ ആണ്. അദ്ദേഹം ആ ക്യാരക്ടറിൽ വരുമ്പോൾ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ആ റീസൺ പറയുന്നുണ്ട്. അതായത് അതൊരു വലിയ ഒരു നാലുകെട്ട് പോലുള്ള വീടാണ്. അത്തരത്തിലുള്ള വീട്ടില് പൊതുവെ വലിയ മുറികളാണ് ഉണ്ടാവുന്നത്. വലിയ മുറികളും വലിയ ജനലുകളും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളന്ന് സ്റ്റൗ ഒന്നുമല്ല, അടുപ്പാ കത്തിക്കുന്നത്. അപ്പൊ അവിടെ മമ്മൂട്ടി പറയുന്നുണ്ട് ഏത് തച്ചനും വർജിക്കേണ്ട വായുകോണിലാണ് ഈ വീടിന്റെ അടുക്കള എന്ന്. അപ്പൊ വായുകോണിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാറ്റുള്ള ഭാഗമാണ്. അപ്പൊ വലിയ മുറിയുള്ള ഒരു അടുക്കളയുടെ വലിയ ജനലിന്റെ തൊട്ടടുത്ത് വന്ന് നമ്മൾ അടുപ്പ് കത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ആളി കത്തും.
അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് അപ്പൊ എല്ലാരും നമുക്കൊരു സംശയം വരാം. അപ്പൊ ഇന്നും നമുക്കത് അപ്പൊ അവരാ പ്രശ്നം പുകയില്ലാത്ത അടുപ്പാണുള്ളത്. അല്ല, ആ പ്രശ്നം സോൾവ് ആക്കുന്നത് ആ അടുപ്പിനെ, ആ ജനലിനെ അടച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് അടുപ്പ് കത്തിക്കുന്നു, അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ആ സീൻ അവിടെ തീരാം. അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ഏത് തച്ചനും വർജിക്കേണ്ട വായു ഓൺലായി വീടിന്റെ അടുക്കള എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് അത് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇന്ന് ഏറ്റവും ചെറിയ മുറിയാണ് അടുക്കള, ഏറ്റവും ചെറിയ ജനൽ വരുന്നത് കിച്ചണിലാണ്. എത്രത്തോളം തീ വേണമെന്ന് നമുക്ക് റെഗുലേറ്റർ ഉള്ള സ്റ്റൗ ആണ് യൂസ് ചെയ്യുന്നത്, പുകയില്ലാത്ത അടുപ്പ്, ഇൻഡക്ഷൻ കുക്കർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വായുകോണിൽ തീർത്തും അടുക്കള പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തുകൊണ്ടാണ് വൈ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇന്ന് 3 സെന്റിലും ഫ്ലാറ്റിലും ഒരു മുറിയിലും ഒക്കെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് പിന്നിലുള്ള ഈ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. പക്ഷേ ചില ഫ്ലാറ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ ചില വീടുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോവും. അതെന്തുകൊണ്ടാണ്? അല്ല, എപ്പോഴും അത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയിൽ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ പറയണൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മള് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ടേംസ് ആണ് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. ഒരു പക്ഷെ വാസ്തുവിനെ നന്നായി കൈകാര്യം അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ സ്പേസിലുള്ള ഈ എനർജി ബാലൻസസിനെ കൊണ്ടാണ് നമുക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ബേസിക്കലി വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, വാസ്തു നോക്കിയാൽ ലോട്ടറി അടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം വാസ്തുവിന് പൊതുവെ ഭാഗ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സയൻസ് ആണ് എന്നാണ് പറയാറുള്ളത്. അപ്പോ അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, നമ്മൾ വാസ്തു ഒരു നദി, ഒരു ഒഴുക്കുള്ള ഒരു നദി ഇമാജിൻ ചെയ്യാം. നദിയുടെ ഒഴുക്കിന് പാരലായിട്ടാണ് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് കുറച്ച് എഫേർട്ടിൽ കുറച്ച് ടൈമിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് നീന്തുന്നതെങ്കിൽ നമ്മൾ ഒരു ഇരട്ടി എഫേർട്ടും ഇരട്ടി സമയവും എടുത്തു കഴിഞ്ഞാലും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് വാസ്തു. അതായത് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട്. അപ്പോ ഈ നെഗറ്റീവ് എനർജി അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു യൂണിവേഴ്സൽ ലോസ് വെച്ചിട്ട് നമ്മളൊരു സ്പേസിനെ എങ്ങനെ പ്ലാൻ ചെയ്യണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടുത്തെ ഒരു സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നതിലാണ് നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ തോന്നുന്നത്. പൊതുവെ നമ്മൾ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും ഉള്ള ഓപ്പണിങ്സ് നല്ലതാണ്, ജനലുകളൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ബ്ലോക്ക് വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടുതൽ ഓപ്പണിങ്സ് വരിക, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നത്. വാസ്തുവിൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ എല്ലാവരും വാസ്തുവിന്റെ പഴയ ശാസ്ത്രീയ തലം തൊട്ട് പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് വാസ്തുവിന് അപ്പുറത്തേക്ക് ഫെങ്ഷോയ് ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഈ വാസ്തുവില് ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ചില കാര്യങ്ങളൊക്കെ വാസ്തുവിൽ നിന്ന് പഴയ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയതായിട്ട്, അതായത് ഈ പുതിയ മോഡേൺ സാധനം കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഉറപ്പായിട്ടും കഴിയും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഓരോ റൂളിന്റെയും ആ വൈ പാർട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാല് ആളുകൾ കൂടുതലും ഫെങ്ഷോയി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, മറ്റേത് ചൈനീസ് വാസ്തു ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഇന്ത്യൻ വാസ്തുവും അല്ലെങ്കിൽ ചൈനീസ് വാസ്തുവും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ കുറെ ഭംഗിയുള്ള ഒബ്ജക്ട്സ്, അപ്പൊ ഇത് വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും കാണുകയാണ് ഈ ഒബ്ജക്ട്സ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടിനും പർപ്പസ് ഉണ്ട്. അതായത് നമ്മള് ഓരോ സ്ഥലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചാണ് അവിടുത്തെ നിയമങ്ങൾ. ഇപ്പോ കേരളത്തിന് നമ്മുടെ വാസ്തുവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ എനർജീസിനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സൺലൈറ്റിനെയും വാട്ടറിനെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില രാജ്യങ്ങൾ, ചൈനയിലാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. അപ്പൊ ചില രാജ്യങ്ങളിൽ അവിടെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വർഷത്തേക്കൊക്കെ ആ വീട്ടിൽ താമസിക്കാം. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെന്റിലേഷൻസ് ഒക്കെ എല്ലായിടത്തും കൊടുക്കാനൊക്കെ പറ്റില്ല. അപ്പൊ അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് വെച്ച് നമുക്ക് അവിടെ പോയി ഒരു കുളം കുത്താനോ അല്ലെങ്കിൽ ഇവിടെ ഇടാനോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനൊരു പേരാണ് ഫെങ്ഷുയി. അതിലെന്താന്ന് വെച്ചാൽ നമ്മള് ഇല്ലാത്ത എലിമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ മിറേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിഷ് ബൗൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ വാസ്തുവും ഫെങ്ഷുയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു തലവേദന ഉണ്ടെന്ന് വിചാരിക്കാം. തലവേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കേരളത്തിന്റെ. അതിന് ഒരു താൽക്കാലിക ആശ്വാസമായിട്ടൊരു പാരസിറ്റാമോൾ കഴിക്കുക എന്നുള്ളതാണ് ഫെങ്ഷുയി. അപ്പൊ ഇത് രണ്ടും ഓരോ നാട്ടിലെ
ഒരു ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻസിന്റെ ബേസിസിൽ എടുത്തിരിക്കുന്നതാണ്. അതിന് ഓരോരോ പേരാണെന്നേ ഉള്ളൂ. അപ്പോ കേരളത്തിലാണെങ്കിൽ വാസ്തു, ചൈനയിലാണെങ്കിൽ ഫെൻഷുയി, തമിഴ്നാട്ടിലാണെങ്കിൽ മനയടി ശാസ്ത്രം എന്നൊക്കെ പറയും. അപ്പോ നമുക്ക് തന്നെ വീട്ടിൽ വിളിക്കാനും ഒരു പേരുണ്ടാവും, നമുക്ക് ഒഫീഷ്യലി ഒരു പേരുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അന്ന് വ്യക്തി ഒന്നാണല്ലോ. അതുപോലെ തന്നെ പല പല പേരിൽ നമ്മൾ പറയുന്ന ഈ ഫെങ്ഷുയി ആയിക്കോട്ടെ, വാസ്തു ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്.